വ്യാപാര രംഗത്തിന് പുറമെ പ്രതിരോധ മേഖലയിലും മോദി സർക്കാർ US താൽപര്യങ്ങൾക്ക് വഴങ്ങുകയാണ്. 26% പകരം തീരുവ ഭീഷണിയിലൂടെയാണ് ട്രംപ് ഭരണകൂടം മോദി സർക്കാരിനെ വരുതിയിലാക്കിയിരിക്കുന്നത്. പകരം തീരുവ ഏതു വിധേനയും ഒഴിവാക്കാനായി ഇന്ത്യൻ വിപണി US ഉൽപ്പന്നങ്ങൾക്കായി തുറന്നിടുന്നതിനൊപ്പം പ്രതിരോധ ആണവ മേഖലകളിലെ കച്ചവട താൽപര്യങ്ങൾക്കും വഴങ്ങുക തന്നെയാണ്. ഇടക്കാല വ്യാപാര കരാറിനുള്ള ചർച്ച പുരോഗമിക്കുന്നതിനൊപ്പം 10 വർഷത്തെ പ്രതിരോധ ചട്ടക്കൂട് കരാറിലും ഒപ്പുവെക്കാനാണ് തീരുമാനം. US നിന്ന് കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കരാർ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും US പ്രതിരോധ സെക്രട്ടറി പിറ്റ് ഹെഗ്സത്തും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് കരാറിന് ധാരണയായിരിക്കുന്നത്. കരാറിൽ ഒപ്പിടാൻ സിംഗ് ഉടൻ US എത്തും. ക്വാഡ് വിദേശമന്ത്രിമാരുടെ സമ്മേളനത്തിൽ US-ലെത്തിയ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും US പ്രതിരോധ സെക്രട്ടറിയെ കണ്ട് പ്രതിരോധ കരാർ ചർച്ച ചെയ്തതിന് പിന്നാലെയാണ് രാജ്നാഥ് സിംഗും US പ്രതിരോധ സെക്രട്ടറിയും ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയെ പ്രധാന പ്രതിരോധ പങ്കാളിയാക്കിയാണ് അമേരിക്ക കാണുന്നത് എന്ന് പീറ്റ് ഹെഗ്സത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലെ പ്രതിരോധ ലക്ഷ്യങ്ങളുടെ പുരോഗതി സിംഗും ഹെഗ്സത്തും വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ GEF-404 എഞ്ചിനുകൾ വേഗം കൈമാറണമെന്ന് സിംഗ് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. F-414 എഞ്ചിനുകൾ ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്ന കരാർ സാധ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ-US ഇടക്കാല വ്യാപാര കരാർ പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. US-ൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കണമെന്നുള്ള നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള തർക്കം പരിഹരിക്കപ്പെടുന്നതിലൂടെ കരാർ നിലവിൽ വരും. ഇന്ത്യ-US വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണിയിൽ മോദി കീഴടങ്ങുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. മോദിയെ പിന്തുണച്ച വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെതിരെയും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. US-ഉമായുള്ള നിർദ്ദിഷ്ട വ്യാപാര കരാർ അന്തിമമാക്കിയാൽ മാത്രമേ ഇന്ത്യ അംഗീകരിക്കുള്ളൂ എന്നും ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് എന്നും ഗോയൽ വെള്ളിയാഴ്ച അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ത്യ-പാക് വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചു എന്നുള്ള ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളെ എതിർക്കാതെ മൗനം പാലിച്ചതിന് മോദിയെ കോൺഗ്രസ് പലതവണ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇരു കൂട്ടർക്കും പ്രയോജനകരമായ ഒരു കരാർ ഉണ്ടാകുമ്പോൾ മാത്രമേ സ്വതന്ത്ര വ്യാപാര കരാറുകൾ സാധ്യമാകൂ എന്ന് US-ഉമായുള്ള നിർദ്ദിഷ്ട ഇടക്കാല വ്യാപാര കരാറിനെ കുറിച്ച് ഗോയൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ച അന്തിമ തീരുമാനം ജൂലൈ 9 ഉണ്ടാകുമെന്നും ട്രംപ് അറിയിച്ചിരിക്കുകയാണ്.